അമ്മ. 9 പേരവർ കൽപ്പണിക്കാർ, ഓരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാരൊൻപതും ഒന്നിച്ചു വാണിരുന്നു. കല്ലുകൾ ചെത്തി പടുക്കുമാ കൈകൾക്ക് കല്ലിനേക്കാളുറപ്പായിരുന്നു. നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ നീരുറവായിരുന്നു. ഒരു കല്ലടുപ്പിലെ തീയിലല്ലോ അവരുടെ കഞ്ഞി തിളച്ചിരുന്നു. ഒരു വിളക്കിൻ വെളിച്ചത്തിലല്ലോ അവരുടെ തീനും തിമിർപ്പും. ഒരു കിണർ കിനിയുന്ന നീരല്ലോ കോരി കുടിക്കാൻ കുളിക്കുവാനും. 9 അറകൾ വെവ്വേറെയായി അവർ കന്തിയുറങ്ങുവാൻ മാത്രമല്ലോ. ചെത്തിയ കല്ലിൻ്റെ ചേലു കണ്ടാൽ, കെട്ടിപ്പടുക്കും പടുത കണ്ടാൽ, ആ കൈവിരുതു പുകഴ്ത്തുമാരും. ആ പുകൾ ഏതിനും നീതയല്ലോ. കോട്ടമതിലും മതിലകത്തെ കൊട്ടാരം കോവിൽ കൂത്തമ്പലവും അവരുടെ കൈകൾ പടുത്തതത്രേ. അഴകും കരുത്തും കൈകോർത്തതത്രേ. 9 കല്ലുകൾ ചേർന്നൊരു ശില്പഭംഗി തളിർത്ത പോലെ. 9 കൽപ്പണിക്കാരവർ നാരിമ 9 ഒന്നിച്ചു വാണിരുന്നു. അതുകാലം കോട്ടതൻ മുന്നിലായി പുതിയൊരു ഗോപുരം കിട്ടുവാനായി 18 കൈകൾ വീണ്ടും ഉത്സവമായി ശബ്ദഘോഷമായി. കല്ലിനും മീതയായി നൃത്തമാടി കല്ലുളിക്കൂടങ്ങൾ താളമിട്ടു. ചെത്തിയ കല്ലുകൾ ചാന്തു തേച്ചു ചേർത്തു പടുക്കും പടുത എന്തേ ഇക്കുറി വല്ലായ്മയാർന്നു പോയി. ഭിത്തിയുറയ്ക്കുന്നീലൊന്നുകൊണ്ടും ചെത്തിയ കല്ലുകൾ ചാന്തു തേച്ചു ചേർത്തു പടുക്കും പടുത എന്തേ ഇക്കുറി വല്ലായ്മയാർന്നു പോയി. ഭിത്തിയുറയ്ക്കുന്നീലൊന്നുകൊണ്ടും കല്ലുകൾ മാറ്റിപ്പടുത്തു നോക്കി, കയ്യുകൾ മാറി പണിഞ്ഞു നോക്കി, ചാന്തുകൾ മാറ്റി കുഴച്ചു നോക്കി, ചാർത്തുകളൊക്കെയും മാറ്റി നോക്കി. തെറ്റിയതെന്താണെന്നിവിടെയാവോ ഭിത്തിയുറയ്ക്കുന്നീലൊന്നുകൊണ്ടും. ഇന്താണു പോംവഴി എന്നൊരൊറ്റ ചിന്തയവരിൽ പുകഞ്ഞു നിൽക്കെ, വെളിപാടുകൊണ്ടാരോ ചൊല്ലിയത്രേ അധികാരമുള്ളോരതേറ്റു ചൊല്ലി. 9 വധുക്കളെന്നാൽ ഒന്നിനെ ചേർത്തി മതിൽ പടുത്താൽ ആ മതിൽ മണ്ണിൽ ഉറച്ചു നിൽക്കും, ആ ചന്ദ്രതാരമുയർന്നു നിൽക്കും. 9 പ്രിയവധുക്കൾ അൻവയെന്നോരവരൊന്നുപോലെ. ക്രൂരമാവി ബലിക്കായതിൽ നിന്നാരെയൊരുവളെ മാറ്റി നിർത്തും. കൂട്ടത്തിലേറ്റവും മൂപ്പെഴുന്നോൻ തെല്ലൊരൂറ്റത്തോടപ്പോൾ പറഞ്ഞുപോയി. ഇന്നുച്ച നേരത്ത് കഞ്ഞിയുമായി വന്നെത്തിയിടുന്നവൾ
ആരുമാട്ടെ അവളെയും ചേർത്തി മതിൽ പടുക്കും. അവളീ പണിക്കാർ തൻ മാനം കാക്കും. 9 പേരവർ കൽപ്പണിക്കാർ, 9 മെയ്യും ഒരു മനസ്സും. എങ്കിലും 9 പേരുമപ്പോൾ സ്വന്തം വധൂമുഖം മാത്രമോർത്തു. അശുഭങ്ങൾ ശങ്കിച്ചു പോകയാലോ അറിയാതെ നെടുവീർപ്പുതിർന്നുപോയി. 18 കൈകൾ വീണ്ടും ഭിത്തി പടുക്കും പണി തുടർന്നു. തങ്ങളിൽ നോക്കാനുമായിടാതെ എങ്ങോ മിഴി നട്ടു നിന്നവരും. ഉച്ചവെയിലിൽ തിളച്ച കഞ്ഞി പച്ചിലതോറും പകർന്നതാരോ. അക്കഞ്ഞി പാർന്നതിൻ ചൂടുതട്ടി പച്ചത്തലപ്പുകളൊക്കെ വാടി. കഞ്ഞിക്കലവും തലയിലേന്തി കയ്യാലെ താങ്ങിപ്പിടിച്ചുകൊണ്ടേ മുണ്ടകപ്പാട വരമ്പിലൂടെ മുന്നിലെ ചെന്തെങ്ങിൻ തോപ്പിലൂടെ ചുണ്ടത്ത് തുമ്പച്ചിരിയുമായി മണ്ടിക്കിതച്ചു വരുന്നതാരോ, മണ്ടിക്കിതച്ചു വരുന്നതാരോ. മൂക്കിൻ്റെ തുമ്പത്ത് തൂങ്ങി നിന്നു മുത്തുപോൽ ഞാത്തുപോൽ വീർപ്പുതുള്ളി. മുന്നിൽ വന്നങ്ങനെ നിന്നവളോ മൂത്തയാൾ വേട്ട പെണ്ണായിരുന്നു. ഉച്ചയ്ക്ക് കഞ്ഞിയും കൊണ്ടുപോരാൻ ഊഴമവളുടേതായിരുന്നു. 9 പേരവർ കൽപ്പണിക്കാർ, 9 മെയ്യും ഒരു മനസ്സും. എങ്കിലും ഏറ്റവും മൂത്തയാളിൻ ചങ്കിലൊരു വെള്ളിടി മുഴങ്ങി. കൂട്ടിയ പ്ലാവില മുന്നിൽ വച്ചു, ചട്ടിയിൽ കഞ്ഞിയും പാർന്നു വച്ചു. ഒറ്റത്തൊടു കറി കൂടെ വച്ചു, 9 പേർക്കും വിളമ്പി വച്ചു. കുഞ്ഞിനെ തോളിൽ കിടത്തി തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അടുത്തിരിക്കെ ഈ കഞ്ഞിയൂട്ടൊടുക്കത്തെയാണെന്നോർക്കുവാനാ സതിക്കായതല്ല. ഓർക്കാപ്പുറത്താണ് ശനിപാദം, ആർക്കറിയാമിന്നതിൻ മുഹൂർത്തം. കാര്യങ്ങളെല്ലാം അറിഞ്ഞവാറേ ഈറനാം കണ്ണു തുടച്ചുകൊണ്ടേ വൈവശ്യമൊക്കെ അകത്തൊതുക്കി കൈവന്ന കയ്പും മധുരമാക്കി. കൂടെ പൊറുത്ത പുരുഷനോടും കൂടെ പിറപ്പുകളോടുമായി ഗദ്ഗദത്തോടു പൊരുതിടുപോൾ അക്ഷരമോരോന്നൂന്നിയൂന്നി അന്ത്യമാം തന്നഭിലാഷമപ്പോൾ അഞ്ജലി പൂർവം അവൾ പറഞ്ഞു. ഭിത്തിയുറയ്ക്കാനീ പെണ്ണിനെയും ചെത്തിയ കല്ലിനിടയ്ക്കു നിർത്തി കെട്ടിപ്പടുക്കും മുൻപൊന്നെനിക്കുണ്ടൊറ്റയൊരാഗ്രഹം കേട്ടുകൊള്ളിൻ. കെട്ടി മറയ്ക്കല്ലൻ പാതി നെഞ്ചം, കെട്ടി മറയ്ക്കല്ലേ എൻ്റെ കൈയും. എൻ്റെ പൊന്നോമന കേണിടുമ്പോൾ എൻ്റെ അടുത്തേക്കു കൊണ്ടുപോരൂ. ഈ കയ്യാൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഈ മുലയൂട്ടാൻ അനുവദിക്കൂ. ഏതു കാറ്റുമെൻ പാട്ടുപാടുന്നു, ഏതു മണ്ണിലും ഞാൻ മടയ്ക്കുന്നു. മണ്ണളന്നു തിരിച്ചുകോൽ നാട്ടി മന്നരായി മതിച്ചവർക്കായി. 9 കൽപ്പണിക്കാർ പടുത്ത വൻപി എന്നോരാ കൂട്ടതൻ മുന്നിൽ
ഇന്നു കണ്ടേന പെണ്ണിൻ അപൂർണ സുന്ദരമായ വെൺശിലാശില്പം. എന്തിനോ വേണ്ടി നീട്ടി നിൽക്കുന്ന ചന്തമോലുന്നൊരാവലം കയ്യും ഞെട്ടിൽ നിന്ന പാൽത്തുള്ളികൾ ഊറും മട്ടിലുള്ളൊരാ നഗ്നമാം മാറും. കണ്ടുണർന്നെൻ്റെ ഉള്ളിലെ പൈതൽ അമ്മ അമ്മയെന്നാർത്തു നിൽക്കുന്നു. കണ്ടുണർന്നെൻ്റെ ഉള്ളിലെ പൈതൽ അമ്മ അമ്മയെന്നാർത്തു നിൽക്കുന്നു.